പത്തനംതിട്ട ജില്ലയിലെ ചില പ്രദേശങ്ങളൊഴികെ സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് മിന്നൽ പ്രളയമായിരുന്നുവെന്നും രാത്രി വരെ മുന്നറിയിപ്പില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NDRF സംഘങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും ഭക്ഷണപ്പൊതികളുമെല്ലാം തയ്യാറാണ്. പത്തനംതിട്ടയിൽ പ്രത്യേക സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡാമുകളിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പല ഡാമുകളിലും ജലനിരപ്പ് വളരെ താഴെയാണ്. ജലം ഡാമുകളിൽ നിന്ന് ഒഴുക്കിവിടുന്നുവെന്ന് വ്യാജ പ്രചരണമാണ്. ആശങ്ക പരത്തുന്ന ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പല പ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനം അണക്കെട്ടുകളിൽ നിന്ന് വെള്ളമൊഴുക്കുന്നു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് വളരെ താഴെയാണ്. ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ല. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിക്കുകയാണ്. ഞാൻ പറയാം, ഇടുക്കിയില് ജലസംഭരണിയിലെ 38.91% ഉള്ളു വെള്ളം. ഇടമലയാറ് 46.64%. ബാണാസുര സാഗറിൽ 52.9%. കക്കിയിൽ 44.82%. കല്ലടയിൽ 45% ഉള്ളൂ. മലമ്പുഴയിൽ 35% ഉള്ളൂ. പീച്ചിയിൽ 34% ഉള്ളൂ. അപ്പൊ ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നു എന്ന് പറയുന്ന വ്യാപകമായ തെറ്റായ വാർത്തയാണ്. അതിനെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ജനങ്ങളിൽ ഉത്കണ്ഠ പരത്തുന്ന തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ആകെ മൂഴിയാറിലാണ് വെള്ളം അത് മൂഴിയാറിൽ 2022 മുതൽ അതിന്റെ ഒരു സംവിധാനം ഉള്ളതാണ്. ചെറിയ അണക്കെട്ടുകളിലെ സ്ഥിതി അങ്ങനെയാണ്. ചെറിയ അണക്കെട്ടുകളിൽ നിന്ന് അങ്ങനെ ചെയ്യാം. ഇത്തരം അണക്കെട്ടുകൾ രാത്രി ജലം തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ദിവസവും 2 വട്ടം അതാത് അണക്കെട്ടുകളുടെ ചുമതലയുള്ള വകുപ്പുകൾ, ഒന്ന് KSEB, ഒന്ന് ജലസേചന വകുപ്പ്, വിലയിരുത്തുക. ഉണ്ടോ ഇല്ലയോ എന്ന് നേരിട്ട് ജില്ലാ കളക്ടറെ അറിയിക്കുക. ജില്ലാ കളക്ടറുടെ കൂടെ അംഗീകാരത്തോടുകൂടി മാത്രമേ തുറന്നുവിടുള്ളൂ. അത് ചെറിയ അണക്കെട്ടുകളാണ്, വളരെ ചെറിയ. അതാണ് ഈ മൂഴിയാർ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സാധ്യതകൾ മാത്രമാണ് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 15 മരണങ്ങൾ സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. 7 പേരെ കാണാതായി. 316 ക്യാമ്പുകളിലായി 11,018 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും വീട് പൂർണ്ണമായി തകർന്നവർക്ക് 6 ലക്ഷം രൂപ നൽകുമെന്നും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആകെ ഉള്ളത് 316. ഇന്ന് രാവിലെ 9 മണി വരെയുള്ള റിപ്പോർട്ടാണ്. 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് ഇപ്പോൾ ഉള്ളത്. ക്യാമ്പുകളിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതുവരെ മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15 അത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഭാഗത്ത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 2 പേരും ഒരു കുട്ടി അപകടത്തിൽ പുതുപ്പള്ളിയിൽ ഒരു ടാങ്കിൽ വീണ് മരിച്ചതും ഉൾപ്പെടെ 3 പേർ. ഇടുക്കിയിൽ 2 പേർ. വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഓരോരുത്തരും മരിച്ചു. ഓരോരുത്തർ 2 സ്ഥലത്തും മിസ്സിംഗ് ആണ്. കൊല്ലത്ത് 2 പേര് മരിച്ചു, 2 പേരും മിസ്സിംഗ് ആണ്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 4 പേരും മരിച്ചു, ഒരാള് മിസ്സിംഗ് ആണ്. കണ്ണൂര് ഒരാള് മരിച്ചു, 2 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ കോഴിക്കോട് ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുവരെ 15 പേര് മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മിസ്സിംഗ് ഉള്ളത് 7 പേരാണ്. 15 പേര് മരിക്കുകയും 7 പേര് മിസ്സിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1.